ജോസ, ഈ സിനിമകളിലൊക്കെ ഈ നായകന്മാർ കുറേ ഓരോ സമയം കഴിയും തോറും പ്രതിസന്ധികൾ നേരിടുമ്പോഴേ ബന്ധുക്കളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ പറയും ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറയും. ശരിയാവത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ കളി കണ്ടുകൊണ്ട് ശരിയാവും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള രീതിയിൽ ഇരുന്നിരുന്ന് ഇപ്പോൾ 2 തോൽവികൾ നമ്മളൊരു ചർച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടു. ഒരു തോൽവി ദയനീയമായ തോൽവിയായിരുന്നു, അതായത് കഴിഞ്ഞതിന് തൊട്ട് മുന്നത്തെ തോൽവി. കഴിഞ്ഞ 75 റൺസിന് പുറത്തായി. കഴിഞ്ഞ തോൽവി അവർ ഈസി ആയിട്ട് ജയിച്ചു. 159 റൺസ് അല്ലേ, അത് ഈസി ആയിട്ട് 13 ഓവറിൽ മറ്റോ ജയിച്ചു. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഈ കാര്യങ്ങളുടെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലാത്ത ഒരു ടീമായിട്ട് ഇന്ത്യൻ ടീം, ലോക 1-ാം നമ്പർ ടീം വളരെ പെട്ടെന്ന് മാറി എന്നാണ് കാണുന്നത്. എന്തൊരവസ്ഥയാണ്. അതായത് ബാറ്റർമാരെല്ലാം നിലാവത്തഴിച്ച് വിട്ട കോഴികളെ പോലെ ഇറങ്ങി ഇങ്ങനെ വരുന്നു പോകുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നൊരു സ്ഥിതി. കുറേ കാലമായിട്ട് ഇന്ത്യൻ ടീമിൽ ഇങ്ങനൊരു അവസ്ഥ കണ്ടത് കുറേ കാലമായി. എൻ്റെ ഒരു ഓർമ്മയിൽ, എനിക്കൊരു ഓർമ്മയുള്ളത് 2007 ഇതുപോലെ പിന്നെ ഭയങ്കര ഹിറ്റർമാരെ കൊണ്ട് കുത്തി നിറച്ച ഒരു ടീം 2007 ലോകകപ്പ് ഏകദിന ലോകകപ്പിൽ അവർ അന്നൊരു 8 പേര് എല്ലാവരും അടിച്ചുപൊളി ബാറ്റ്സ്മാൻമാരായിരുന്നു. പക്ഷേ കാര്യം ഉണ്ടായില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കളിയെങ്കിലും ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര സത്യത്തിൽ ലോകകപ്പ് നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ട്രോളും എല്ലാം വാങ്ങി കൂട്ടുന്നത്. സൂര്യകുമാർ യാദവ് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ പിന്നെ ക്യാപ്റ്റൻ കളിക്കുന്നുണ്ട്, ശ്രേയസ് അയ്യർ. അതെ അതെ. 2022 T20 ലോകകപ്പ് നടക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒക്ടോബർ 23-ാം തീയതി നടക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 159 റൺസാണ് അടിച്ചു കൂട്ടിയത്. മറുപടി ബാറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 160 വളരെ എളുപ്പത്തിൽ ചേസ് ചെയ്യും എന്ന് കരുതിയ ഇന്ത്യക്ക് 160 ചേസ് ചെയ്യാൻ പോയിട്ട് വളരെ നാണം കെട്ട് ഉള്ള തോൽവിയിലേക്ക് പോകുമെന്ന് തോന്നിക്കുന്നു. 36-ന് നമ്മൾ 4 വിക്കറ്റ് എന്ന് കാണിക്കുന്നു. ആ സമയത്ത് വിരാട് കോഹ്ലി എന്ന മനുഷ്യൻ ക്രീസിലെത്തി പാകിസ്ഥാൻ്റെ പേര് കേട്ട ബോളർമാരെ വളരെ തന്ത്രപരമായി നേരിട്ട് അവസാനം ഇന്ത്യക്ക് ഒരു മികച്ച വിജയം നേടിത്തന്നു. ആ ചരിത്രപ്രസിദ്ധം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ആ വിജയം ഇന്നത്തെ ഈ തോൽവിയായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നല്ലൊരു പേസ് അറ്റാക്ക് വന്നാൽ ഇന്ത്യയുടെ മുൻനിര തകർന്നടിഞ്ഞ് വീഴുന്ന കാഴ്ച. അതായത് പേസിനെയും ബൗൺസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം നിൽക്കുകയാണ്. ഇതിൽ വൈഭവ് സൂര്യവംശിയെ മാത്രം നമുക്ക് മാറ്റി നിർത്താം. കാരണം വളരെ യങ്ങറാണ്. IPL പോലൊരു സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഇന്റർനാഷണൽ ലെവലിലേക്ക്, അതും ഇംഗ്ലണ്ടിലേക്കാണ് അയാളെ ആദ്യത്തെ മാച്ചിലേക്ക് അയക്കുന്നതൊക്കെ നമുക്ക് അയാളെ മാറ്റി നിർത്താം. പക്ഷെ ബാക്കി താരങ്ങൾ തീർത്തും നിരാശപ്പെടുത്തുന്ന പറയുന്നത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു പേര് തിലക് വർമ്മ, ഇന്ത്യയുടെ ഉപനായകനാണ്. തിലക് വർമ്മയുടെയൊക്കെ ഭാഗത്തുനിന്ന് ശരിക്കും തിലക് വർമ്മയൊക്കെ വളരെ ഭയപ്പെട്ട് കളിക്കുന്ന ഒരു മത്സരം തിലക് വർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആരും ഇന്നലെ ശ്രേയസ് അയ്യർ കളിച്ചു, ആർക്കും വിജയിക്കണമെന്നൊരു ആഗ്രഹമില്ല. ശിവം ദുബെ, വാഷിങ്ടൺ സുന്ദർ, നമുക്ക് പേര് കേട്ട ഒരുപാട് താരങ്ങളുണ്ട്, ആർക്കും ആഗ്രഹമില്ല. പിന്നെ ബോളർമാരുടെ കാര്യം പറയുകയും വേണ്ട. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ നമ്മുടെ ബോളിംഗ് നിര ആ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. വളരെ അതിദയനീയമായ പ്രകടനം. പേസർമാർ എനിക്കൊന്ന് കുറച്ചും കൂടി ഭേദമാണ്. സ്പിന്നർമാരെ അടി വാങ്ങി കൂട്ടുകയാണ്. അതേ സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നർമാർ, ഇംഗ്ലണ്ടിന്റെ എനിക്ക് തോന്നുന്നു ആദിൽ റഷീദൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പന്തെറിയുന്നത്. വിൽ ജാക്സ് യഥാർത്ഥത്തിൽ അയാളൊരു ബോളിംഗ് ഓൾറൗണ്ടർ ആണോ അതോ ബാറ്റിംഗ്? വിൽ ജാക്സിനെ കുറിച്ച് വളരെ രസകരമായിട്ടൊരു കമന്റ് നമ്മുടെ മുൻ ഇന്ത്യൻ താരം പറഞ്ഞു. വിൽ ജാക്സിനെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ നേരിട്ടത് പഴയ മുത്തയ്യ മുരളീധരനെ നേരിട്ടത് പോലെയാണ്. അതായത് വിൽ ജാക്സിന്റെ പന്തിനെയൊക്കെ ഇത്രയും ബഹുമാനം കൊടുത്ത് നമ്മൾ കളിക്കുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പേടിച്ച് ഭയപ്പെട്ട് ഒരു ആഗ്രഹവും ഇല്ലാതെ കളിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനെ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ല. അതെ, ഒരു ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരു കളി. അതായത് ഓപ്പണിങ് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ പോക്കാണെന്നുള്ള അവസ്ഥ. അത് പണ്ട് നമ്മൾ ഈ സച്ചിനൊക്കെ ഔട്ടായതിനു ശേഷം അല്ലേ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ, അങ്ങനെ ആ ഒരു അവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പിന്നെ മിഡിൽ ഓർഡറിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതെ, ഓപ്പണിംഗ് അടിച്ചതിന് ശേഷം മാത്രമേ ടീം കളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. എന്താണെന്നറിയില്ല. അതുപോലെ വീണ്ടും നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ശിവം ദുബെ വീണ്ടും കയറ്റി. ശിവൻ ദുബേനെ ശിവൻ ദുബയുടെ ഒക്കെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ശിവൻ ദുബേനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എക്സിറ്റ് പ്ലാൻ ആയിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ ശിവൻ ദുബെ ആ ഒരു സ്ലോട്ടിൽ കളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം അയാൾ അടിക്കണോ അതോ പിന്നെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണോ, അയാൾക്ക് തന്നെ ഡൗട്ട്. ശിവൻ ദുബെ ഒരിക്കലും 23 പന്തിൽ 22 ആളല്ല. അയാൾക്ക്
അതായത് ആ ഒരു സമയത്ത് കയറ്റി വിട്ടാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായത് അക്ഷർ പട്ടേലുണ്ട്, തിലക് വർമ്മയുണ്ട്, ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ ശേഷിയുള്ളവർ അപ്പോഴും ശിവൻ ദുബെ നേരത്തെ കയറ്റി വിടുകയാണ്. എന്നിട്ട് അതിനനുസരിച്ച് ഓക്കെ ശിവൻ ദുബയെ അടിക്കാൻ വേണ്ടി കയറ്റി വിടുകയാണ്, അടി നടക്കണമല്ലോ, അത് നടക്കുന്നില്ല. ഇത് ശിവൻ ദുബെ പ്രഷർ ആവുന്നു, ടീം പ്രഷർ ആവുന്നു. അതെ, എന്നിട്ടും ശ്രേയസ് അയ്യർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭേദപ്പെട്ട ഒരു സ്കോറെങ്കിലും എത്തിയത്. അതും പോരാഞ്ഞ അവസാനം വന്നപ്പോഴത്തേന് ശ്രേയസ് അയ്യർക്ക് സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. അതെ, ഒരു സൈഡിൽ നിൽക്കാൻ എല്ലാം പോട്ട് 20ാമത്തെ ഓവറിൽ 3-ോ 4ാമത്തെയോ പന്തിൽ, 3ാമത്തെ 4ാമത്തെ പന്തിൽ അക്ഷർ പട്ടേൽ സിംഗിൾ എടുക്കാൻ. അപ്പോൾ ശ്രേയസ് അയ്യർ പറയുന്നുണ്ട് എന്ത്, അപ്പോൾ പുള്ളി പിന്നെ സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു റൺ എന്തിനാണെന്നാണ്, ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ള നമുക്കൊരു ആർക്കും ആ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. ഈ ശ്രേയസ് അയ്യർ, നമ്മൾ നേരത്തെ ശ്രേയസ് അയ്യരെ കുറിച്ച് പറഞ്ഞു. ശ്രേയസ് അയ്യർ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു കുറ്റവുമില്ല. അങ്ങനെ ഒരേ ഒരു താരമാണ് ഇപ്പോൾ ഈ ടീമിലുള്ളത്. നമ്മുടെ അവിടെയാണ് നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഗില്ലിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞത്. നമ്മൾ അന്ന് പറഞ്ഞു, നമ്മൾ പറയുന്നത് ചില ആർക്കാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു പരമ്പര കണ്ടു കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഗില്ലിനെ പോലെ വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാന് ഈ ടീമിൽ സ്ഥാനമുണ്ട്. അവിടെ ഗില്ലിനെ കുറിച്ച് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഗില്ല് ഏകദിന ശൈലിയിൽ T20 കളിക്കുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു താരം ഒരറ്റത്ത് ഉറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യകത ഈ ടീമിൽ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് 3 കളിയിൽ ഫ്ലോപ്പായിട്ട് ടീമിൽ നിന്ന് സഞ്ജു സാംസൺ പുറത്തായി. സഞ്ജു സാംസണെ പുറത്താക്കിയതിന് വൈഭവ് സൂര്യവംശിക്ക് ഒരു എൻട്രി കൊടുക്കാനാണ്. ആ താരത്തിൻ്റെ പേരാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം മൊത്തം ചർച്ച. അതായത് ഗൗതം ഗംഭീർ ശ്രേയസ് അയ്യർ കഴിഞ്ഞ നടന്നു പോകുന്നൊരു വീഡിയോയിൽ ആളുകൾ വി വാണ്ട് സഞ്ജു എന്ന് പറഞ്ഞിട്ട് ബഹളം ഒച്ച വെക്കുകയാണ്. മുൻ താരങ്ങളെല്ലാം സഞ്ജു സാംസന് വേണ്ടിയിട്ട് വാദിക്കുകയാണ്, സഞ്ജു സാംസനെ ടീമിലേക്ക് എടുക്കണം. ശരിയാണ്, കാരണം ഈ ടീമിൽ നിലവിൽ തിലക് വർമ്മയ്ക്ക് പകരം അദ്ദേഹം ഉപനായകനാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ക്വാഡിൽ അവസാനത്തെ മത്സരത്തിനെങ്കിലും സഞ്ജു സാംസന് തീർച്ചയായിട്ടും അവസരം കൊടുക്കണം. കാരണം സഞ്ജുവിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ ഇഷാൻ കിഷനെ മാറ്റണം. ശരി, 1ാം നമ്പർ ബാറ്ററൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കളികളിലൊക്കെ മോശമായിരുന്നു. അത് തീർച്ചയായിട്ടും, കാരണം സഞ്ജു സാംസൺ സിംബാബ്വെ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സഞ്ജുവിൻ്റെ ഒരു കോൺഫിഡൻസിനെ അത് തീർച്ചയായിട്ടും ബാധിക്കാനിടയുണ്ട്. അവസാനത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ അവസരം കൊടുക്കണം. എന്തായാലും പരമ്പര അടപടലം നമ്മൾ തേഞ്ഞിരിക്കുകയാണ്. സഞ്ജു സാംസൺ അവസരം കൊടുത്തു എന്നോർത്ത് ആ പരമ്പരയിൽ പ്രത്യേകിച്ച് യാതൊരു റിസൾട്ട്, പക്ഷേ ആ താരത്തിൻ്റെ ഒരു ആത്മവിശ്വാസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓക്കെ, നമ്മൾക്ക് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ആളെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ട്. അതിൽ എന്തായാലും അതിൻ്റെ ഒരു മിന്നലാട്ടം കാണിച്ചിട്ട് തന്നെയാണ് ഇയാൾ ഔട്ടാവുന്നത്. അത് ശരിയാണ്, സംശയമില്ല. എന്തായാലും വൈഭവിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും അയാൾ ആ വരവ് അറിയിച്ചിട്ടുണ്ട്, ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ സ്കോറുകൾ. അതെ, തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. കാര്യം ആദ്യമേ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നേരെ ഇംഗ്ലണ്ടിൽ പോകുന്നു, അവിടുത്തെ ബൗൺസി പിച്ചുകൾ കളിക്കേണ്ടി വരുന്നു, പിന്നെ ബാക്കി ടീമൊക്കെ സമ്മർദ്ദത്തിൽ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൈഭവ് ആയാലും അഭിഷേക് ആയാലും ഞങ്ങളെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് ആ ഒരു ഇമേജിൽ തന്നെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം വന്ന് തന്നെ 4 അടിക്കണം 6 അടിക്കണം എന്നുള്ള ചിന്ത. തീർച്ചയായിട്ടും അത് വിജയിക്കുമ്പോൾ എപ്പോഴും ആരാധകരുണ്ടാവും, പക്ഷെ സ്ഥിരമായി തോൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് പലപ്പോഴും ക്രോസ് ബാറ്റ് ഷോട്ടിന് ശ്രമിച്ചിട്ടാണ് ഇവരെല്ലാവരും അതെ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല ബൗൺസി പിച്ചിൽ അതുപോലെ കമൻട്രിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തൊട്ട് മുന്നേ എപ്പോഴും നടന്ന ഒരു കളിയിൽ രോഹിത് ശർമ്മ ഇങ്ങനെയുള്ള ഷോർട്ട് പിച്ച് പന്തുകളെ ഈസി ആയിട്ട് പുള്ളി പറത്തിയിട്ടുണ്ടാവും, 6 പറത്തിയിട്ടുണ്ടാവും എന്ന് കമൻട്രി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരാളും ടെക്നിക്കലി ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ ആക്രമിച്ച് കളിക്കലായിക്കോട്ടെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന ആദ്യത്തെ ഓവറുകളിൽ, അതായത് പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റുകൾ 3ഉം 4ഉം പോയാൽ പിന്നെ ഒരു ടീമിന് തിരിച്ച് കയറുക, പ്രത്യേകിച്ചും നല്ല ടെക്നിക്കൽ ബാറ്റേഴ്സ് ഇല്ലാണ്ട് തിരിച്ച് കയറുക അത്ര എളുപ്പമല്ല. അതാണ് നമ്മൾ കണ്ടത്. ഈ 2023 ഏകദിന ലോകകപ്പ്, അതിനുശേഷം 2024 T20 ലോകകപ്പ്, 26 T20 ലോകകപ്പ്, ഇതൊക്കെ നമ്മൾ ജയിച്ചപ്പം നേരത്തെ പറഞ്ഞ ഫാക്ടർ ഉണ്ടായിരുന്നു. അതായത് ടോപ്പ് ഓർഡർ, ഓപ്പണിങ്ങിൽ ഒരാളും അതിനുശേഷം ഇനി അവരിൽ ഒരാൾ തിളങ്ങിയില്ലെങ്കിൽ ഉറപ്പായും 3ാമത് ഇറങ്ങുന്ന ഒരു താരം തിളങ്ങുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ടീമിൽ ഈ കാലത്ത് എല്ലാം വിജയങ്ങൾ സമ്മാനിച്ചാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മൾ റീസെൻ്റ്ലി സഞ്ജു സാംസണിൻ്റെ മികവിൽ ജയിച്ച 2026 T20 ലോകകപ്പ്. നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ അദ്ദേഹം വളരെ മോശപ്പെട്ട പ്രകടനം നടത്തി, ശേഷം വെസ്റ്റ് ഇൻഡീസിന് ഇതൊരു തിരിച്ചുവരവ് നടത്തുന്നു.
ആ ഒരൊറ്റ പ്രകടനമാണ് ആ ടൂർണമെന്റിന് തന്നെ രീതി മറ്റേ, അതായത് ഓപ്പണിംഗ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും വൈഭവ് ആണെങ്കിലും അതുപോലെ തന്നെ അഭിഷേക് ആണെങ്കിലും, കാര്യം നേരത്തെ പറഞ്ഞ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അവരിൽ ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിച്ചേ പറ്റൂ. കാരണം ഞങ്ങളുടെ ശൈലി ഇതാണ്, ഞങ്ങൾ ആദ്യ പന്ത് മുതൽ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടുപേരും അങ്ങനെ തുടങ്ങിയാൽ അത് രണ്ടുപേരും പരാജയപ്പെട്ടാൽ അത് ടീമിനെ ബാധിക്കും. കാരണം ശേഷം വരാനിരിക്കും ഇഷാൻ കിഷനാണ്. ഇഷാൻ ഓട്ടോമാറ്റിക്കലി പ്രഷറാവും. പിന്നീട് താഴോട്ട് നമ്മൾ പോകും. തിലക് വർമ്മേനെ, എനിക്ക് തോന്നുന്നു തിലക് വർമ്മയ്ക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിട്ടിയൊരു പദവിയാണ് ഈ ഉപനായക പദവി. അത് ശരിക്കും അദ്ദേഹം പോലും അത് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ടീമിലേക്ക് വന്നിട്ട് 3 വർഷം 4 വർഷം ആയത്. തിലക് വർമ്മ ഒരു മോശം ബാറ്റർ അല്ല, ഒരിക്കലും അല്ല. പക്ഷേ അറിയില്ല, ആ പ്രഷറിൽ പെട്ട് പോവാണ്. ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ ഒരുപാട് വർഷക്കാലം നയിച്ച ആളാണ് സഞ്ജു സാംസൺ. ശരിക്കും സഞ്ജു അർഹിച്ചിരുന്ന ഒരു സ്ഥാനമായിരുന്നു ആ ഒരു ഉപനായക സ്ഥാനം. ഇനി ക്യാപ്റ്റൻസി അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ കുറേ അധികം ഒന്നുകിൽ ഓപ്പണിങ്ങിൽ പിന്നെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനിൽ സഞ്ജു വരികയും ഒരാൾ ഫസ്റ്റ് ഡൗൺ ഇറങ്ങുകയും, അല്ലെങ്കിൽ സഞ്ജു ഫസ്റ്റ് ഡൗൺ ഇറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. തീർച്ചയായിട്ടും സഞ്ജുവിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് നിർബന്ധമായും ഒരു സ്ഥാനം കൊടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലത്തെ ഈ അവസ്ഥ കാണുമ്പോൾ സഞ്ജു മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടരെ ജയിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ ഇന്ത്യൻ ടീമിന്റെ കളി കാണാം, ഇതെന്തായാലും ജയിക്കുമെന്ന അവസ്ഥയായി. ഇപ്പം ഇന്ത്യൻ ടീം ജയിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബി ടീം എതിര് വരേണ്ട അവസ്ഥയൊക്കെ ആയി. നമ്മള് 2-3 ടീമിനെ പറയാണ്, 2-3 ടീമിനെ വിടാൻ കപ്പാസിറ്റി ഉള്ള ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം അയർലൻഡിനോട് തോക്കുന്നു. അയർലൻഡിനോട് പരമ്പര തോക്കുന്നു. ഇംഗ്ലണ്ടിനോട് ഈ അടുത്ത കാലത്തൊന്നും ഒരു പരമ്പര പോലും തോറ്റിട്ടില്ലാത്തൊരു ടീമാണ്. എന്നിട്ട് പോലും നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതെ, പരമ്പര അത് എന്താണ്? അത് സമീപനത്തിൽ വരുന്ന പ്രശ്നങ്ങളാണോ, അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുറവാണോ? ഈ ഒരു തോൽവിയെ കുറിച്ച് പറയുമ്പം നമ്മളെ ശരിക്കും നമുക്കൊരു തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. രോഹിത് ശർമ്മ ഈ 2022 നമ്മൾ നേരത്തെ പാകിസ്ഥാനെതിരെയുള്ള ആ ഒരു വിജയത്തെക്കുറിച്ച് പറഞ്ഞു. അതേ വർഷം തന്നെ ആ ടൂർണമെന്റിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം നടക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയ സ്കോർ ഇംഗ്ലണ്ട് എന്ന് 10 വിക്കറ്റാണ്. ഇന്ത്യയുടെ അവരുടെ ഒരൊറ്റ വിക്കറ്റും ഒരു പോയില്ല, അടിച്ചു തകർത്ത് ഇന്ത്യ നിലംപരിശാക്കി കളഞ്ഞു. ഇന്ത്യ സെമിഫൈനലിൽ പുറത്താകുന്നു. ശേഷം രോഹിത് ശർമ്മ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതായത് ഇനി മുതൽ എൻ്റെ ടീം കളിക്കാൻ പോകുന്ന ഒരു ശൈലിയുണ്ട്, അത് ഞാൻ മുന്നിൽ നിന്ന് നയിച്ച് കാണിക്കും, ശേഷം പിന്നോട്ട് വരുന്നവർക്ക് അത് ഏറ്റെടുക്കാം. പിന്നീട് ഇന്ത്യയുടെ 2020 സ്ക്വാഡിൽ ഉണ്ടായൊരു ചേഞ്ച് ഉണ്ട്. അത് ഇതേ ഇംഗ്ലണ്ടിനെതിരുള്ള ഒരു 10 വിക്കറ്റ് തോൽവിയോടെയാണ് നമ്മുടെ ആ ഒരു സമീപനം മാറുന്നത്. ഇപ്പോഴും ഒരു ഇംഗ്ലണ്ട് സമയമുണ്ട്, തീർച്ചയായിട്ടും സമയമുണ്ട്, തിരിച്ചു വരാൻ സമയമുണ്ട്. അന്ന് പറ്റൂ. 2028 2020 ലോകകപ്പ് വരാതിരിക്കും. അതിനിടയ്ക്ക് 2027 ഏകദിന ലോകകപ്പ് കാത്തിരിക്കുന്നു. നമുക്കത് ആ കിരീടം 2028 നമ്മൾ അത് 2020 ലോകകപ്പ് ജയിച്ചാൽ ഹാട്രിക്കാണ്. അത് ഒരു ടീമിനും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിനൊപ്പം തന്നെ ബൗളിംഗ് സ്ക്വാഡിനെ പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ബൗളിങ്ങിൽ ഇപ്പോൾ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അർഷദീപ് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു ബോളർ അർഷദീപ് മാത്രമാണ്. ബാക്കി അദ്ദേഹം ആണെങ്കിലും ഒരു 2 6 കിട്ടി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടി, പിന്നെ ആള് പോയി. അതെ, അപ്പോൾ അങ്ങനെയുണ്ട്. അതുപോലെ സ്പിന്നർമാരിൽ ഒരാളും പറ്റാത്ത അവസ്ഥയായി. ഒരു സമയത്ത് വരുൺ ചക്രവർത്തിയുടെ ബോളിങ്ങിനെ നേരിടാൻ ബാറ്റ്സ്മാൻമാർക്ക് ബുദ്ധിമുട്ടാകുക എന്ന് പറയുന്നത്. വരുൺ ചക്രവർത്തിയൊക്കെ വളരെ ഈസി ആയിട്ടാണ് കണ്ടം വഴി ഓടിക്കുകയാണ്. അതെ. അപ്പോൾ അതാണ് സാഹചര്യം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എന്തായാലും, പക്ഷേ എന്തു പറഞ്ഞാലും ശരി, ഇനി ആരൊക്കെ മാറിയാലും ശരി, ഞാൻ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ പോലെ വിജയത്തിലേക്ക് വരണം. വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ അത് തുടരുള്ളൂ. ഒരു കളിയെങ്കിലും പെട്ടെന്ന് വിജയിക്കുക, അതാണ് അതിൻ്റെ ഒരു ആ കളി. ഒരു കളി ജയിച്ചാൽ ആറ്റിറ്റ്യൂഡ് മാറും, കാര്യങ്ങൾ മാറും. പക്ഷെ അത് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. ജയിച്ചേ മതിയാവും. ജയിച്ചല്ലെങ്കിൽ നമ്മൾ ആ വിന്നിങ് ആ ഒരു ഇതിലേക്ക് വരില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതൊരു മാനസിക പ്രശ്നം തന്നെയാണ്. അത് ടീമിനെയും ബാധിക്കും. ജയിച്ചു തുടങ്ങിക്കോളും, നിങ്ങൾ സ്ഥിരമായിട്ട് ജയിക്കും, സംശയമില്ല. പക്ഷേ ആ ജയത്തിലേക്ക് എത്തുന്നില്ല. തോൽവി ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും ആ മോശം കാലഘട്ടം ഒക്കെ മാറട്ടെ. അതെ, വിജയ വഴിയിലേക്ക് അടുത്ത കളിയിൽ സഞ്ജു സാംസൺ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ, പ്രതീക്ഷിക്കാം.